ഇന്ന് പെസഹ തിരുനാൾ. ഒരു ഊട്ടുശാലയുടെ സാധാരണത്വമാണിത്. ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത മാതൃവാത്സല്യത്തോടുകൂടെ ഒരു തുണ്ട് തൂവാല കൊണ്ട് പാദക്ഷാളനത്തിൻ്റെയും ഒരു തുണ്ട് അപ്പം കൊണ്ട് പ്രാണദാനത്തിൻ്റെയും ആത്മദാനത്തിൻ്റെയും ഒക്കെ ഓർമ്മകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഈശോ മിശിഹ എന്ന്. ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചൊരു ഗാനമാണ് ഇത്ര ചെറുതാകാൻ എത്ര വളരണമെന്ന്. നാം ഇന്ന് പഠിക്കുന്നുണ്ട് എത്രമാത്രം ഞാൻ വളരേണ്ടിയിരിക്കുന്നു അല്പമൊന്ന് ചെറുതാകുവാൻ വേണ്ടിയിട്ടെന്ന്. ലോകത്തെ വിപ്ലവം കൊള്ളിച്ച ഒരു മൊഴിയാണ് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, ഇത് നിനക്കായി, ഇനിയും നിനക്കായി. ജീവിതം കുർബാനയാക്കിയവൻ്റെ ഓർമ്മ ദിനമാണ് പെസഹ. ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്കേവർക്കും നേരുന്നു. എന്തായിരുന്നു ഈശോ മിശിഹായുടെ പെസഹയുടെ പ്രത്യേകത? അവനൊരുക്കിയ ഊട്ടുമേശയിൽ അവനെ തള്ളിപ്പറയുവാൻ പോകുന്നവരുണ്ടായിരുന്നു. ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി അവസരം നോക്കിയിരിക്കുന്നവരുണ്ടായിരുന്നു. അവരെല്ലാവരും ചേർത്ത് വെച്ചു. ആരെയും ഉപേക്ഷിക്കാതെ, ആരുടെയും പക്ഷപാതം കാണിക്കാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് അവൻ വിരുന്നൊരുക്കി എന്നുള്ളതാണ് അവൻ്റെ പ്രത്യേകത. നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ കൂടെ ജീവിക്കുന്നവരുടെയും ഒറ്റിക്കൊടുക്കാൻ തക്കം പാർത്തിരിക്കുന്നവരുടെയും തള്ളിപ്പറയാൻ വേണ്ടി അവസരം നോക്കിയിരിക്കുന്നവരുടെയും ഒക്കെ ജീവിതത്തിലേക്ക് അവരുടെ കാല് കഴുകുവാൻ മാറുന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ് കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറുകയുള്ളൂ. ഖലീൽ ജിബ്രാൻ ഈ രാത്രിയെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: ഭൂമിയുടെ നെഞ്ചിൽ കർഷകനുണ്ടാക്കിയ ഉഴവ് ചാലുകൾ അവൻ മറന്നുപോയേക്കാം. ഈറ്റുനോവ് അനുഭവിച്ചുകൊണ്ട് ഒരമ്മ കുഞ്ഞിന് ജന്മം കൊടുത്ത ആ വേദനയും അമ്മ മറന്നുപോയേക്കാം. എന്നിരുന്നാലും ആ രാത്രി ഞാൻ മറക്കുകയില്ല. കാരണം മുറിച്ച് പങ്കിട്ടവൻ്റെ ഓർമ്മയാണത്. പഴയ നിയമത്തിൽ പെസഹ അനുഷ്ഠിക്കണമെന്ന് ആചരിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ആ ദൈവം തന്നെ പെസഹ കുഞ്ഞാടായിട്ട് മാറുകയാണ്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് ഈശോ മിശിഹ മാറ്റപ്പെടുന്നു, ദ ലാംബ് ഓഫ് ഗോഡ്. പഴയ നിയമത്തിൽ പെസഹ ഒരു കടന്നുപോക്കലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ പെസഹ ഒരു കടന്നുവരലാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് പരിശുദ്ധ കുർബാനയായിട്ട് ദൈനംദിനം ഈശോ കടന്നു വരുന്നുണ്ട്. അത് പെസഹായിലൂടെ തന്നെയാണ്. പഴയ നിയമത്തിൽ പെസഹ ഒരു ആചാരവും അനുഷ്ഠാനവും മാത്രമായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ പെസഹ അനുദിന ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ട ഒരു ജീവിത സാക്ഷ്യമാണ്. ഫുൾട്ടൻ ജഷീൻ ഇപ്രകാരമാണ് പറയുന്നത്: ഈശോ തൻ്റെ ചങ്കിലെ ചോരയെടുത്ത് മാനവകുലത്തിൻ്റെ മുഴുവൻ പാപക്കറകൾ കഴുകി മാറ്റിയ രാത്രിയാണ് അന്ത്യത്താഴ രാത്രി. ഈ രാത്രിയിലാണ് അവൻ കുർബാന സ്ഥാപിക്കുന്നതും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതുമൊക്കെ. കാനായിലെ വീട്ടിൽ അവിടുന്ന് പറയുന്നുണ്ട്, നാം വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. എന്നാൽ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഈശോ പറയുന്നുണ്ട്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ സമയമായി എന്ന്. കാനായിലെ വീട്ടിൽ അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഇന്ന് ഈ വീഞ്ഞിനെ തിരിച്ചോരയാക്കി മാറ്റി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്ഷാളനപാത്രമായി, അനുഗ്രഹമായി, എല്ലാ കറകളെയും കുറവുകളെയും വിശുദ്ധീകരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടത് മാറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈശോ മിശിഹായുടെ പെസഹ എന്നുള്ളതൊരു സ്നേഹവിസ്ഫോടനമായിരുന്നു. ഒന്നാമതായിട്ട് ഈ സ്നേഹവിസ്ഫോടനം വ്യക്തിപരമാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവൻ്റെ കുറവുകളും പാളിച്ചകളും ഒക്കെ മനസ്സിലാക്കിയിട്ടും അവൻ്റെ പാദത്തെങ്കിലേക്ക് അധരം ചുംബിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ സ്നേഹം, വ്യക്തിപരമായ സ്നേഹമാണ് ഈശോ എല്ലാവരോടും കാണിച്ചത്. ആരെയും ഒഴിവാക്കാത്ത രീതിയിലുള്ള, എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സ്നേഹം. രണ്ടാമത് പറയുന്നുണ്ട്, ഇത് സാർവത്രികമാണ്. ആരെയും ഒഴിവാക്കുന്നില്ല. ഒറ്റിക്കൊടുക്കാൻ പോകുന്നവർ കൂടെ ഉണ്ടായിരുന്നു, തള്ളിപ്പറയാൻ പോകുന്നവരുണ്ടായിരുന്നു, ഉപേക്ഷിച്ച് പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കുവാനായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. മൂന്നാമത് പറയുന്നുണ്ട്, ശുശ്രൂഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ സ്നേഹം. ഈ സ്നേഹം ശുശ്രൂഷാ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. കാരണം ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായിരുന്നു, ഞങ്ങളിൽ ആരാണ് വലുതെന്ന്. അവർക്കുള്ള ഉത്തരമാണ് ഗുരുവായിരുന്നിട്ടും അടിമയെപ്പോലെ അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് എന്നുള്ളത്. യഹൂദ പാരമ്പര്യത്തിൽ പാദം കഴുകുന്നത് അടിമയുടെ വേലയായിരുന്നു. എന്നിരുന്നാലും ഒരടിമ പോലും യജമാനൻ്റെ പാദം ചുംബിക്കുകയില്ലായിരുന്നു. നമുക്ക് പത്രത്തിലേക്കൊന്ന് വരാം കേട്ടോ. മീനുളുമ്പ് മണക്കുന്ന പാദങ്ങളിലേക്ക് തിരുവചനങ്ങൾ മുഴിഞ്ഞവൻ്റെ തിരുവധരങ്ങൾ അടുത്തപ്പോൾ ശിശുപ്രമുഖന് ചങ്കൊന്ന് പെടയുന്നുണ്ട്. അവൻ പറയുക, ഗുരു അങ്ങനെ പാദം കഴുകരുതെന്ന്. ഗുരുമൊഴി ഇപ്രകാരമായിരുന്നു: എന്നോളം ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ല എങ്കിൽ അന്നോളം നീ എൻ്റേതല്ല. എന്നോളം ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ല എങ്കിൽ അന്നോളം നീ എൻ്റേതല്ല. സ്നേഹമുള്ളവരെ, പരസ്പരം പാദം കഴുകുവാനുള്ള വിളിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും. കുടുംബജീവിതത്തിൽ ഭർത്താവ് ഭാര്യയുടെ, ഭാര്യ ഭർത്താവിൻ്റെ, മാതാപിതാക്കൾ മക്കളുടെ, മക്കൾ മാതാപിതാക്കളുടെ, കൂടപ്പിറപ്പുകളുടെ, സഹോദരങ്ങളുടെയൊക്കെ കാല് കഴുകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുർബാന അനുഭവം ഉണ്ടാവുക.
പത്രോസ് പറയുന്നുണ്ട്, ഗുരു അങ്ങനെയാണെങ്കിൽ എൻ്റെ ശിരസ്സും കൂടെ കഴുകണമേ എന്ന്. ഗുരുമൊഴി വീണ്ടും ഇപ്രകാരമാണ്, കുളി കഴിഞ്ഞവൻ്റെ പാദം മാത്രം കഴുകിയാൽ മതി. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഇന്ന് കുളിച്ച് ശുദ്ധരായിട്ടാണ് ഈ ദേവാലയത്തിലായിരിക്കുന്നത്. നമ്മൾ കുളി കഴിഞ്ഞവരാണെങ്കിലും യഥാർത്ഥമായിട്ടും ശുദ്ധിയുള്ളവരാണോ എന്ന് നമ്മോട് ചോദിക്കാം. ഈ കാല് കഴുകൽ ശിഷ്യന് ഗുരുവിനോട് ചേരാനുള്ളൊരു മാർഗമാണ്. ക്രിസ്തുവിനാൽ കഴുകപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്നവരാണ് ശുദ്ധിയുള്ളവരായിട്ട് മാറ്റപ്പെടുക. ഓർമ്മിപ്പിക്കുന്നു, ഈ സ്നേഹവിസ്ഫോടനം വ്യക്തിപരമാവട്ടെ, സാർവത്രികമാവട്ടെ, ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാവട്ടെ. രണ്ടാമതായിട്ട് ഈ സ്നേഹം പങ്കുവയ്ക്കുന്ന സ്നേഹമാണ്. തനിക്ക് വേണ്ടി ഒന്നുപോലും മാറ്റിവെക്കാതെ, യാതൊരു സ്വാർത്ഥതയും കാണിക്കാതെ, നിസ്വാർത്ഥമായിട്ട് തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അവിടുന്ന് പങ്കുവെക്കുന്നു. പ്രാണൻ പോലും കൊടുത്താണ് തൻ്റെ പ്രിയപ്പെട്ടവരവിടെ സ്നേഹിക്കുക. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് പങ്കുവയ്പ്പിൻ്റെതല്ല കേട്ടോ. പങ്കുവയ്ക്കുന്ന സംസ്കാരത്തിൽ നിന്ന് മാറി നാം ഓരോരുത്തരും ഇന്നും പകരം ചോദിക്കുന്ന സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് കച്ചവടത്തിൽ മാത്രമൊന്നുമല്ല, നമ്മുടെ ചില ഭക്ത അഭ്യാസങ്ങളിൽ പോലും, ഭക്തകർമ്മങ്ങളിൽ പോലും ഈ പകരം ചോദിക്കലുണ്ട്. ഒരിക്കലൊരു പള്ളിയിൽ പറയേണ്ടി വന്നു, എല്ലാവരും നിർബന്ധമായിട്ടും ഞായറാഴ്ച കുർബാനയിൽ പള്ളിയിലുണ്ടാവണമെന്ന്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വന്നാൽ എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിച്ചവരും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാനാണോ എന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് മുറിച്ച് കൊടുക്കുന്നതാണ്. എടുക്കുവാനും വാഴ്ത്തുവാനും വിഭജിക്കുവാനും കൊടുക്കുവാനും ഒക്കെ നമുക്കും ഇഷ്ടമാണ്. പക്ഷെ മുറിയപ്പെടുവാനാണ് ബുദ്ധിമുട്ട്. സ്വയം മുറിയുമ്പോഴാണ് സ്നേഹമുള്ളവരെ കുർബാന അനുഗ്രഹമായിട്ട് മാറുക. മൂന്നാമതായിട്ട് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വെറുതെ അനുഷ്ഠിക്കുവാനുള്ള ഒരു ആചാരം മാത്രമൊന്നുമല്ല. ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ജീവിത സാക്ഷ്യമായി നിറവേറ്റപ്പെടേണ്ട ഒന്നാണ് പരിശുദ്ധ കുർബാന. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് സഭ ജീവൻ സംഭരിക്കുന്നത്. പഴയ നിയമ ജനതയുടെ കഷ്ടാനുഭവങ്ങളിലൊക്കെ മന്ന അവർക്ക് ഊർജം പകരുന്നുണ്ടായിരുന്നു. പുതിയ നിയമ ജനതയായ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ആവശ്യങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ ഒരു തിരുപാഥേയമായി, ഒരു പൊതിച്ചോറായിട്ട് ഈ പരിശുദ്ധ കുർബാന എന്നും ഉണ്ടാവണം. അവിടെയാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടായിട്ട് മാറുക. ദൈവത്തിൻ്റെ സ്നേഹം ഉരുകി ഉറഞ്ഞതാണ് പരിശുദ്ധ കുർബാന. ഞാനിന്ന് ആ സ്നേഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ എത്രമാത്രം ഒരുക്കത്തോടു കൂടെയാണ് ഞാൻ അതിൻ്റെ ഭാഗമാകുന്നതെന്ന് നമുക്ക് ധ്യാനിക്കാം. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ കൂടെ ജനിച്ച് നമ്മോടൊപ്പം ജീവിച്ച് നമ്മളെ സ്നേഹിച്ച് മരിച്ചവൻ മരണശേഷവും നമ്മുടെ കൂടെയാകാൻ വേണ്ടിയിട്ട് തൻ്റെ ശരീരവും രക്തവും ദാനമായി നൽകി, ഭക്ഷണപാനീയങ്ങളായിട്ട് നൽകിയിട്ട് നമ്മുടെ കൂടെയാകുന്നു. നമ്മോടൊപ്പമാകാൻ വേണ്ടിയിട്ട് അവൻ അപ്പമായിട്ട് മാറി. ഒപ്പമാകാൻ വേണ്ടിയിട്ട് അപ്പമായവനാണ് അവൻ. ഈശോയുടെ കാലത്തും ഈശോ ഇത് പഠിപ്പിച്ചപ്പം ഒരുപാട് പേർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധ്യമായില്ല. അവരൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈശോ ആരെയും തിരികെ വിളിച്ചില്ല. പത്രോസിനോടും പറയുന്നുണ്ട്, പത്രോസേ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, നോ കോംപ്രമൈസ്. കുർബാനയുടെ കാര്യത്തിൽ ഈശോ മിശിഹായ്ക്ക് യാതൊരു കോംപ്രമൈസുമില്ല. ദൈവസന്നിധിയിൽ തന്നെ പൂർണ്ണമായി അർപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ്, നന്മയിൽ ആഘോഷിക്കുമ്പോഴാണ് കുർബാന എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്നത്. ഒരു ചെറിയ കാറ്റ് വന്നാൽ പറന്നു പോകാൻ മാത്രമുള്ള ഈ ഗോതമ്പപ്പത്തിനകത്താണ് കൊടുങ്കാട്ടിനെ പോലും ചെവിക്ക് പിടിച്ചുകൊണ്ട് നിയന്ത്രിക്കുക ശക്തിയുള്ളവൻ വസിക്കുന്നതെന്ന ഓർമ്മയുണ്ടാകുമ്പോഴാണ് കുർബാന എനിക്ക് അനുഗ്രഹമായിട്ട് മാറുക. സ്നേഹമുള്ളവരെ, ഈ ഗോതമ്പപ്പം ഒരു സുപ്രഭാതത്തിൽ വെറുതെ അങ്ങ് അപ്പമായിട്ട് മാറിയതല്ല. ഒരുപാട് വേദനയുടെ പിന്നാമ്പറമുണ്ട് ഈ ഗോതമ്പപ്പത്തിന്. ഏതോ ഒരു പാടത്ത് വിളഞ്ഞു കിടന്ന ഗോതമ്പ് മണികൾ അറുത്തെടുക്കപ്പെട്ട്, വരിഞ്ഞു മുറുക്കപ്പെട്ട്, ചവിട്ടി മെതിക്കപ്പെട്ട്, അരയ്ക്കപ്പെട്ട്, പൊടിക്കപ്പെട്ട്, വറചട്ടിയിലൂടെ അഗ്നിയിൽ സ്നാനം ചെയ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോയപ്പോഴാണ് രുചി പകരുന്ന ഒരപ്പമായിട്ടത് മാറിയത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നാം ഓരോരുത്തരും രുചി പകരുന്ന അപ്പമായിട്ട് മാറണമെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു, ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നാമൊക്കെ രുചി പകരുന്ന അപ്പമായിട്ട് മാറുക. അന്ത്യത്താഴ വേളയിൽ ഈശോ മിശിഹായുടെ കയ്യിൽ നിന്ന് വിശുദ്ധമായ അപ്പം വാങ്ങിയ യൂദാസ് യഹൂദന്മാരുടെ കയ്യിൽ നിന്നൊരു പണസഞ്ചിയും കൂടെ വാങ്ങുന്നുണ്ട്. നമ്മളൊക്കെ ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണിത്. പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലും ഈ രണ്ട് മനോഭാവങ്ങളില്ലേ? രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുമൊക്കെ ഇല്ലേ? എവിടെയാണ് എനിക്ക് മേന്മയുണ്ടാവുക? എവിടെയാണ് നേട്ടമുണ്ടാവുക? ആരെയാണ് പിണക്കാതിരിക്കാൻ പറ്റുക? ആരെ ഞാൻ കൂടെ നിർത്തണം? അപ്പുറം ഇപ്പുറം നിൽക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. ഇന്ന് ഈശോ പഠിപ്പിക്കുന്നു,
ജീവിത വിശുദ്ധിയില്ല, നിന്റെ പാരമ്പര്യങ്ങളുടെ ഭാഗമായിരുന്നു കൊണ്ട് നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മനോഹരമായിട്ട് പോകുവാൻ, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ഭയപ്പെടാതെ ദൃഢമായ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ, രണ്ടു വഞ്ചിയിൽ കാലി വയ്ക്കുന്നവരായി മാറാതെ വിശ്വാസത്തിൽ അടിയുറച്ച് പോകുന്നവരാകുവാൻ ഈ തിരുനാൾ നമുക്കൊരു കാരണമാക്കാം. ഹോളി യൂക്കറിസ്റ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഡേഞ്ചറസ് മെമ്മറി എന്നാണ് പറയപ്പെടുക. അപകടകരമായ ചില ഓർമ്മകളുടെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. കാരണം നമ്മളെയും ഈശോ ക്ഷണിക്കുന്നത് അവൻ്റെ കൂടെ മരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിത ഇടങ്ങളിലൊക്കെ കൂടപ്പറപ്പിന് വേണ്ടി, ജീവിത ബന്ധങ്ങൾക്ക് വേണ്ടി, അവരിന് വേണ്ടി മുറിയപ്പെടുവാൻ, ചിന്തപ്പെടുവാൻ, മരിക്കുവാൻ നമുക്ക് ഒരുക്കമുണ്ടോ? ധ്യാനിക്കാം. സഹിയോൻ മാളികയിലെ പെസഹാ ഭക്ഷണവും ഗാഗുൽത്താമലയിലെ വിശുദ്ധമായ ബലിയും ഇല്ലാത്ത ക്രിസ്തു വെറുതെ ഒരു ചരിത്രപുരുഷൻ മാത്രമാണ്. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലും ഈ പെസഹ ആചരണങ്ങളും പരിശുദ്ധ കുർബാനയൊന്നും ഇല്ലെങ്കിൽ ഞാനും വെറുതെ ഇങ്ങനെ ജീവിച്ചു തീർക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. നന്മയിൽ ജീവിക്കാം. ജീവിക്കുന്ന കാലം അത്രയും നന്മയിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ ആകുവാനായിട്ട് നമുക്ക് ഈ തിരുനാൾ ഒരു കാരണമാക്കുകയും ചെയ്യാം. ഈ പെസഹായുടെ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, സ്നേഹവിസ്ഫോടനം നടത്തിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നന്മയുടെ സ്നേഹമാവട്ടെ. ഉള്ളത് പങ്കുവയ്ക്കുവാനുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാവട്ടെ. ജീവിതം ഒരു കുർബാനയാക്കി മാറ്റുവാൻ നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും പെസഹ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഒരുക്കത്തോടുകൂടെ ഈശോമിശിഹായുടെ കൂടെ ആകുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.